വെൽക്കം ടു കുക്കിംഗ് വിത്ത് സിന്ധു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചന മസാലയാണ്. അതിന് ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചാണ്. അത് ഇനി നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ച്. ഇനി ഒന്നുകൂടി കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ വെക്കാം. കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾ നന്നായി കടല കഴുകിയിട്ട് അതിലേക്ക് ഇടുക. കടലയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് അടപ്പിൽ കുക്കറിൽ വയ്ക്കുക അടച്ചിട്ട്. ഇതിപ്പോൾ സാധാരണ പോലത്തെ ഒരു മസാല അല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ള മസാലയാണ്. ഇവിടെ മക്കൾക്ക് ഡ്രൈ ആയിട്ടുള്ള മസാല ഇഷ്ടം. അതിലേക്ക് ആവശ്യമുള്ള 2 ഒണിയൻ, പിന്നെ ജിഞ്ചർ, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക്ക് ഇത് നമ്മളൊന്ന് ചതുക്കണം. പിന്നെ സ്പൈസസ്, പിന്നെ ഒരു ക്യാപ്സിക്കം ഒരു കഷ്ണം എടുത്താൽ മതി അതിൽ നിന്ന്, പിന്നെ ടൊമാറ്റോ. ഇതും കൂടി വെച്ചിട്ട് നമ്മൾ മസാല തയ്യാറാക്കാൻ പോണത്. അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ നമ്മൾ കടല വേവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. ഇത് നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്ത് ഇത് ഒന്നിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് മസാലയിൽ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് ചതക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പച്ചമണം പോകുന്നവരെ ഒന്നായി വയ്ക്കുക. ഇത് വഴറ്റി വന്നതിലേക്ക് നമ്മൾ തക്കാളി മുറിച്ച് ചെറുതായി സ്ലൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. മസാല നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് മറ്റേ മസാല ഉണ്ടാക്കാം. അത് അരപ്പാണ്. മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി വെച്ചിരിക്കുന്നത്. ചട്ടിയിൽ വെള്ളം ഒന്ന് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോൾ ഒണിയൻ ഇട്ടെടുക്കുക. ഉള്ളി വഴറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച കടല, അപ്പോൾ അത് നമ്മൾ മറ്റേ വഴറ്റി വെച്ചിരിക്കുന്ന അതിൻ്റെ മസാല ഒന്ന് അരയ്ക്കട്ടെ. മസാല അരച്ചിട്ട് ഇതിലിടണം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള മസാല കേട്ടോ. കാരണം ഇവിടെ മക്കൾക്ക് വെള്ളം ചേർത്താലൊന്നും വലിയ താല്പര്യമില്ല. വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നമ്മുടെ മസാല റെഡി ആയിരിക്കുന്നു. ഞാനിതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു. മസാല റെഡി ആയിരിക്കും.